പക്ഷേ ഗസയിൽ നടക്കുന്ന സംഘർഷം ഏതാണ്ട് 2 വർഷത്തോളമായി. അവിടെ ഏതാണ്ട് 1,50,000-അധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ വരുന്നത്. അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ളത് ലോകത്ത് എല്ലാവരുടെയും ഒരു പൊതുവികാരമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലും അമേരിക്കയും ഇക്കാര്യത്തിലൊരു കടുത്ത നിലപാടാണ്. ഇപ്പോൾ ഫ്രാൻസ്, അതായത് G7 രാജ്യങ്ങളിലുള്ള ഫ്രാൻസ് പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെപ്റ്റംബറിലെ സമ്മേളനത്തിൽ പലസ്തീൻ്റെ സമ്മതി, അതായത് പലസ്തീൻ എന്ന രാഷ്ട്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുമെന്നാണ് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ഒറ്റപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഇസ്രയേൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു അച്ചുതണ്ട് പോലും ഇപ്പോൾ എന്തുമാത്രം ഇന്നർ ഡെപ്തിൽ ഒരു ആന്തരിക ബന്ധം, ആത്മബന്ധം പഴയ പോലെ പണ്ട് ലോകം കണ്ടിരുന്നത് പോലെ ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടോ എന്നുപോലും സംശയമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ കണ്ടത് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാറും പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളഞ്ഞത് ഇസ്രായേലാണ്. അതെ, അറബ് ലോകത്ത് ഖത്തർ, ദോഹയിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോഴും തുടരുന്ന ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ ഇപ്പോൾ വിറ്റ്കോഫ്, ഈ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് കാര്യ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം മുൻകൈ എടുത്ത് അറബ് രാജ്യങ്ങളെയൊക്കെ വിശ്വാസത്തിലെടുത്ത് ഇസ്രായേലുമായി ഒരു വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടില്ലാത്ത വിധം ഹമാസ് വലിയ തോതിൽ അംഗീകരിച്ചു. ഞങ്ങൾ തയ്യാറാണ്, വെടിനിർത്തൽ വേണം, എന്നേക്കുമായിട്ട് വേണം, തൽക്കാലത്തേക്ക് പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹമാസും ഇപ്പോൾ വേറൊന്നുകൊണ്ടുമല്ല, ഇപ്പോൾ ദോഹയിൽ ചർച്ച അലസിപ്പിരിഞ്ഞതായിട്ടാണ് വാർത്ത. ദോഹയിൽ ചർച്ച അലസിപ്പിരിയാനുള്ള കാരണം ഇപ്പോൾ ആരാണ്? ഇപ്പുറത്ത് രണ്ട് കക്ഷി ചേർന്നാലല്ലേ ഇത് തീരുള്ളൂ. ഇസ്രായേലിന് താല്പര്യമില്ല. ഇസ്രായേൽ അവരുടെ പഴയ നയമുണ്ട്, ഗുറിയുണ്ട്, പഴയ നയമുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ നയമുണ്ട്, ഫിനിഷ് ദ ജോബ്. കാരണം അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആവർത്തനങ്ങൾക്ക് കാത്തു നിൽക്കാറില്ല. അവർ പഠിച്ചതാണ്. 48 1920 തൊട്ട് 4 നൂറ്റാണ്ട് കാലം അവർ കാത്തിരുന്നതാണ്. 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് കരാറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് അറിയാലോ, അവരുണ്ടാക്കിയ ഫോർമുലയാണ്. അത് പിന്നീട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു വന്നു. അത്രയും കാലം ക്ഷമയോടെ അവർ കാത്തിരുന്നതാണ്. ഒരു കാര്യം ഓർത്തു നോക്കൂ, 1920-നും 48-നും ഇടയിൽ ഇസ്രായേൽ നേരിട്ട് ഒരു ആക്രമണവും ഫലസ്തീന് നേരെ നടത്തിയിട്ടില്ല. 48-ലാണ് യുദ്ധം തുടങ്ങുന്നത്. കാരണം UN കരാറ് ഇസ്രായേൽ അംഗീകരിച്ചു, അറബ് ലോകം അംഗീകരിച്ചില്ല, ഫലസ്തീൻ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് ഇപ്പോൾ ഫ്രാൻസിന് ഇടപെടേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? 48-ലെ കരാറ് ഇസ്രായേൽ അംഗീകരിച്ചു. ഇസ്രായേൽ അത് അംഗീകരിച്ചത് കൊണ്ട് തന്നെ UN ഇസ്രായേലിനെയും അംഗീകരിച്ചു. ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു. ഫലസ്തീൻ മുന്നോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്തു. ആ കുറ്റത്തിന് ഇസ്രായേലിൻ ഈ UN എഗ്രിമെൻ്റ്, UN പ്ലാൻ, UN പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു എന്ന കുറ്റത്തിന് ഇസ്രായേലിനെ കയറി ആക്രമിച്ചു. പിന്നെ തുടർച്ചയായ യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളിലൊക്കെ അറബ് പക്ഷം തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിന് പക്ഷേ ഇപ്പോൾ 19 കൊല്ലമായി. 48-ൽ നിന്ന് എടുത്തു നോക്കൂ. ഈ 8 പതിറ്റാണ്ട് കാലത്തെ സമാധാനക്കേട് ഇനി പൊറുപ്പിക്കുകയില്ല. അവരാവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഫിനിഷ് ദ ജോബ്. ഫിനിഷ് ദ ജോബ് എന്താ? ഫലസ്തീനെ ഇസ്രായേലും പഴയ ഫലസ്തീൻ വൻകരയെ ഇസ്രായേലും ഫലസ്തീനുമായി രണ്ടായി വിഭജിച്ച് ഉണ്ടാക്കിയ രേഖ ഫലസ്തീൻ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇനി ആ ഫലസ്തീനെ ഞങ്ങളും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഇപ്പോൾ എത്ര കൊല്ലമായി? 8 പതിറ്റാണ്ട് കാലമായി. ഈ കാലത്തിനുള്ളിൽ ഫലസ്തീൻ എന്ന രാജ്യം ഉണ്ടായില്ല. ആ രാജ്യത്തിന് അതിർത്തി നിശ്ചയിച്ചില്ല. അതിർത്തി രക്ഷിക്കാൻ പട്ടാളം ഉണ്ടായില്ല. ഒരു ഭരണകൂടം ഉണ്ടായില്ല. അതിന് ആസ്ഥാനം ഉണ്ടായില്ല. അതിന് വിദേശകാര്യ വകുപ്പില്ല, വിദേശകാര്യ മന്ത്രിമാരില്ല, ചർച്ചക്കാളില്ല. മനസ്സിലായി? വക്താക്കളേ ഇല്ല ഒരു രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഇടപെടൽ വളരെ പ്രധാനമാണ്. രണ്ട് കാര്യങ്ങൾ ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അമേരിക്ക പറഞ്ഞാൽ പോലും ഇനി ഇസ്രായേൽ കേൾക്കുകയില്ല. 2 കാരണം കൊണ്ട്. അവർ കഠിനാധ്വാനം ചെയ്തൊരു രാജ്യം ഉണ്ടാക്കി. അമേരിക്കയേക്കാൾ ലോകത്തിന് സ്വീകാര്യതയുള്ള ഒരു രാജ്യമായി മാറി. അവർക്ക് സൈന്യമുണ്ട്, ആയുധമുണ്ട്, സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, എല്ലാം അവരുടെ കയ്യിലുണ്ട്. ആയുധശേഖരമുണ്ട്, ആണവായുധമുണ്ട്, എല്ലാം ഉണ്ട്. സർവ്വസജ്ജമായ ഒരു രാഷ്ട്രമായിട്ട് മാറി. അതുകൊണ്ട് ഇനി അമേരിക്ക പറഞ്ഞാൽ പോലും രണ്ടൊരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഐക്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അത് ആഭ്യന്തരമായ ഭീഷണിയാണ്. നെതന്യാഹുവിനെതിരായി ഇസ്രായേലിൽ ഇഷ്യൂസ് ഉണ്ട്, അമേരിക്കയിൽ ട്രംപിനെതിരായും ഇഷ്യൂസ് ഉണ്ട്. അത് രണ്ടു മാത്രമാണ് അവരെ ഇപ്പോൾ ഒന്നിച്ചു പറയാൻ സമീകരിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യം.
അതേസമയത്ത് ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് ഇനി ആ ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ നിലപാടെടുക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അമേരിക്ക ഇപ്പോൾ പഴയ ശത്രുവായിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ അവശേഷിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയോട് പോലും ഐക്യപ്പെടാൻ തയ്യാറാണ്. പുതിയ ലോകത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനേക്കാൾ ശക്തമായ പുതിയ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് വിളിക്കാവുന്ന, കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് ഇൻവേർട്ടഡ് കോമയിലിട്ട് വിളിക്കാം, ആ രാജ്യമായ ചൈനയോട് അമേരിക്ക ഐക്യപ്പെടാൻ തയ്യാറാണ്. അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായി, അമേരിക്കയെ ചെകുത്താൻ, ലോക ചെകുത്താൻ എന്ന് എന്നും വിളിച്ചുകൊണ്ടിരുന്ന ഇറാനുമായി ഐക്യപ്പെടാൻ അമേരിക്ക തയ്യാറാണ്. ആ യു എസിനെയാണ് നമ്മൾ കാണേണ്ടത്. ആ യു എസിനോട് ഫ്രാൻസ് കൂടി ഐക്യപ്പെടുന്നു. അത് പക്ഷേ ഫ്രാൻസ് കുറെ കൂടി വ്യത്യസ്തമായൊരു ലൈനിലാണ്. എനിക്ക് തോന്നുന്നത് ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന്, റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ഇനി അങ്ങോട്ട് ഫലസ്തീൻ എന്ന രാജ്യത്തെ കൂടി അംഗീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം വന്നാൽ ഇന്നത്തെ അമേരിക്ക എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ഈ ഒരു നിലപാടിലേക്ക് വരാനുള്ള കാരണം അവിടെ ഉണ്ടായ മാനുഷിക പ്രശ്നങ്ങളാണ്. നിരവധി സ്ത്രീകളും കുട്ടികളും പട്ടിണി കിടക്കുന്നു, അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല, മരുന്നില്ല, വെള്ളമില്ല. അതിനൊക്കെ ഈ സൈനിക ഇടപെടൽ, ഇസ്രായേലിൻ്റെ സൈനിക ഇടപെടൽ, അല്ലെങ്കിൽ അത് സൈന്യം അവിടുന്ന് പിന്മാറേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു കൂട്ടക്കുരുതി ഉണ്ടാകും. അപ്പോൾ വാസ്തവത്തിൽ ആ വിഷയം പരിഗണിക്കപ്പെടേണ്ടത് തന്നെയല്ലേ അവിടുത്തെ? തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ലേറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഇസ്രായേൽ അതിൻ്റെ ഏതാണ്ട് ടാർഗറ്റിനോട് അടുക്കുകയാണ്. അതെ, ഇസ്രായേലിന് വളരെ സിമ്പിളാണ്. അവരിപ്പോൾ പറയുന്ന ന്യായം വളരെ സ്ട്രെയിറ്റ് ആണ്, സിമ്പിളാണ്, വിട്ടുവീഴ്ചയില്ലാത്തതാണ്. അവർ പറയുന്നത് ഞങ്ങൾ സഹിക്കേണ്ടതിലേറെ സഹിച്ചു, ഇനി ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവാൻ പാടില്ല, ഒരുത്തരം നുഴഞ്ഞു കയറിയിട്ട് ഇവിടുത്തെ പൗരന്മാരെ കൊല്ലാൻ പാടില്ല. അതിന് അവർ കണ്ടെത്തിയ മാർഗം, അവർ വളരെ അറിയാലോ, മൊസാദിനെ പോലുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ അവർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഫലസ്തീനി എന്ന് പറയുന്ന ഈ അറബ് വംശത്തിൻ്റെ പോരാളികൾ, അതിൽ ചെറിയ ശതമാനമേ പോരാളികളുള്ളൂ, ബാക്കിയൊക്കെ സാധുക്കളാണ്. ആ പോരാളികളെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഹമ്മാസ് എന്ന് വിളിക്കുന്നത്. പഴയ ഇൻതിഫാദയുടെ തുടർച്ചയാണ്. അപ്പോൾ ഈ ഹമ്മാസിനെ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം, ഹമ്മാസ് പരാജയപ്പെടുന്നത് പൊട്ടിത്തെറിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ആ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് തീരുമില്ല. അതുകൊണ്ട് അപ്പുറത്ത് ഈ ജോർഡാൻ നദിയുടെ അപ്പുറത്ത് ഫലസ്തീൻ എന്ന് വിളിച്ചിരുന്ന വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് അവസാനത്തെ ഹമ്മാസ് പോരാളിയെയും തുടച്ചു നീക്കണം. തുടച്ചു നീക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ? ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ താവളം ആക്രമിച്ച് തകർക്കുന്നത് നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഹമ്മാസിന് അത്തരം താവളങ്ങളില്ല. എവിടെയാണോ ആളുകൾ, ദീനരായ മനുഷ്യരുള്ളത്, അഗതി മന്ദിരങ്ങൾ, ആശുപത്രികൾ, അവിടെയൊക്കെയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിരപരാധികൾ കൊല്ലപ്പെടും. അപ്പോൾ ഒറ്റ വഴിയുള്ളവർക്ക് ഹമ്മാസിനെ ക്ലീൻ ചെയ്യുക. ആ നഗരത്തെ പൂർണ്ണമായി അങ്ങനെ ന്യായീകരിക്കുമ്പോൾ, അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവിടുത്തെ അറബ് വംശക്കാരായ ക്രിസ്ത്യാനികളോടുകൂടി ഈ അതിക്രമം കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചർച്ച് പോലും ആക്രമിച്ചത് ഒടുവിൽ. അതുകൊണ്ട് ഹമ്മാസ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ സമാന്തരമായിട്ട് ഇപ്പുറത്തും നടക്കുന്നുണ്ട്. അവിടെ തിരിച്ചടിയില്ലാത്തതുകൊണ്ട് എവിടെ വെസ്റ്റ് ബാങ്കിൽ ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവിടുത്തെ വെസ്റ്റ് ബാങ്കിൽ പക്ഷേ തീവ്രവാദികളും ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ നാശങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ പോസിറ്റീവായൊരു കാര്യം നടക്കുന്നുണ്ട്. ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്. എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം ഇനി ഭൂപടത്തിലില്ലാത്ത വിധം അതുകൂടി ഇസ്രായേലിൻ്റെ ഭാഗമായി വളച്ചു കെട്ടിയെടുക്കുക എന്ന് പറയില്ലേ, ഒരു വലിയ വിശാല അധിനിവിഷ്ട. അല്ല, അതിപ്പോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ ലോകരാജ്യങ്ങൾ ഐക്യപ്പെടുന്നത്. ഇനി എനിക്ക് തോന്നുന്നില്ല അത് ഇനി എത്രത്തോളം സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾറെഡി ഇവരുടെ ടാർഗറ്റ് അടുത്തെത്തി. നമ്മളിപ്പോൾ POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് പോലെ പണ്ട് നമ്മുടെ ഓർമ്മയിലുള്ള, ചരിത്രത്തിലുള്ള, ഇതിഹാസങ്ങളിലുള്ള ഫലസ്തീൻ ഉണ്ടല്ലോ, ആ ഫലസ്തീൻ പ്രദേശം ഇസ്രായേൽ ഒക്യുപ്പൈഡ് ഫലസ്തീനാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശമായിട്ട് മാറും, അവരുടെ കയ്യിലുണ്ടാകും. അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒരു എക്സ്പാൻഡഡ് ഇസ്രായേൽ എന്ന് വിളിക്കാവുന്ന ജോർഡാൻ നദി നടുവിലൂടെ ഒഴുകുന്ന ഒരു വലിയ രാജ്യമായി ഇസ്രായേൽ മാറും എന്നതാണ് ഇപ്പോൾ ഉള്ള ചിത്രം. ഈ സമയത്ത് ഇവർ എടുക്കുന്ന ഒടുവിലത്തെ അജണ്ട ഒരു മാർഗ്ഗമാണ്, എളുപ്പമാണ്. അവിടെ ചെന്ന് ഡ്രോണ് പോലും അയക്കേണ്ടതിന് പകരം ഉപരോധം സൃഷ്ടിച്ചാൽ അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്താതിരുന്നാൽ പട്ടിണി കിടന്ന് ചത്തോളും എന്നതാണ്. അതിനു മുമ്പ് മുന്നറിയിപ്പ് പോയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ ഞങ്ങൾ പാക്കേജ് തരാം, 2 ആഫ്രിക്കൻ രാജ്യവും ഇന്തോനേഷ്യയും ഞങ്ങൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്, നിങ്ങളെ അഭയാർത്ഥികളായിട്ട് അവർ സ്വീകരിച്ചോളും, അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനേക്കാൾ ഓപ്ഷൻ അതാണ്. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ, പാവങ്ങൾ ചത്തൊടുങ്ങുന്നതിനേക്കാൾ ഭേദമാണ്. പക്ഷേ തെറ്റാണ്, ഇതൊന്നും ഒരു രീതിയല്ല. വേണമെങ്കിൽ ചെയ്യാവുന്നത്
ഇപ്പോഴും. പക്ഷെ അത് ഇവർക്ക് വിശ്വാസമില്ല. എന്താണ് ചർച്ച എന്താണ്? ഹമാസിനെ അപ്പുറത്തും ഇപ്പുറത്തും ഇസ്രായേലും ഇരുത്തിയിട്ട് മധ്യസ്ഥന്മാർ മുഖേന അറബ് രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ മുൻകൈ എടുത്തിട്ട് വേണമെങ്കിൽ ഫ്രാൻസും ഒക്കെ ചേർന്നുകൊണ്ടൊരു കരാറുണ്ടാക്കുക. പക്ഷെ മാന്യന്മാരോടല്ലേ കരാറ്, പാലിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അവരെ ഫിനിഷ് ചെയ്യലാണ് ഇവരുടെ ടാർഗറ്റ്. അതുകൊണ്ട് ഫ്രാൻസ് ഇപ്പോൾ പ്രേമൻ ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റാണ് ഫ്രാൻസിൻ്റെ നിലപാട്. ഫലസ്തീനെ ലോകരാജ്യങ്ങളിൽ ഒന്നായി അംഗീകരിക്കണം എന്നാണ് ഫ്രാൻസിൻ്റെ നിലപാട്. G7 രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഫ്രാൻസിൻ്റെ നിലപാട് പ്രസക്തമാണ് താനും. ആ പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ലോകത്ത് ശക്തിപ്പെട്ടു വരുന്ന ഒരു അഭിപ്രായം ശക്തമായി ഫ്രാൻസ് പറഞ്ഞു. അതിൽ ഒറ്റപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാത്രമാണ്. എന്നാൽ ഇസ്രായേലിനെതിരെ രൂപം കൊള്ളുന്ന വൻകിട രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് ലോകത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അച്ചുതണ്ടിൽ ഫ്രാൻസ് കൂടി ഉണ്ട് എന്നും ഫ്രാൻസിൻ്റെ ശബ്ദം മറ്റുള്ളവരെക്കാൾ കുറെ കൂടി വ്യക്തമാണ്. ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന നയമാണ്. ഒരു പക്ഷേ ലോക ഭൂപടത്തിൽ ഇനി രൂപം കൊള്ളുന്ന രാഷ്ട്ര സമുച്ചയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ അമേരിക്കയേക്കാൾ വോയിസ് ഫ്രാൻസിന് കിട്ടാനും ഇടയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സാധ്യത. പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിൻ്റെ റിസൾട്ട് ഈ നിലപാട് കൊണ്ട് എന്തുമാത്രം മാറ്റിമറിക്കപ്പെടും എന്ന് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ്. എനിക്ക് പ്രതീക്ഷയില്ല.